ഇന്ന് നമ്മൾ മോരൊഴിച്ച് കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ പഴുപ്പ് വന്ന പപ്പായയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് കുമ്പളങ്ങയോ വെള്ളരിക്കയോ മത്തങ്ങയോ ഏത് കഷ്ണങ്ങളുണ്ടെങ്കിലും ചേന കായ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ മോരൊഴിച്ച് കറിക്ക്. അപ്പോൾ ചെറുതായിട്ട് പഴുപ്പ് വന്ന പപ്പായ എടുത്തു. പിന്നെ മുളക്, ഇതിലേക്ക് പച്ചമുളകും കുരുമുളകും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവനുസരിച്ചിട്ട് എല്ലാതും എടുക്കുക. പപ്പായ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് കൊടുത്തു. പിന്നെ മുളകിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കറിവേപ്പില, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം പപ്പായയിൽ ഓൾറെഡി വെള്ളം ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് വറ്റിക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് മോര് ഒഴിക്കേണ്ടതാണല്ലോ. അങ്ങനെ അത് കുക്കറിൽ വെച്ചിട്ട് ആദ്യത്തെ വിസിൽ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ പപ്പായ വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് അരപ്പ് ഉണ്ടാക്കാനായിട്ട് നാളികേരം, വെളുത്തുള്ളി, പിന്നെ കുരുമുളകും ജീരകവും, നല്ല ജീരകമില്ലേ അത്, പിന്നെ കറിവേപ്പില, ഇതൊക്കെ കൂടെ 1 കപ്പ് നാളികേരമാണ് എടുത്തത് കേട്ടോ. അതായത് ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നു. അതിപ്പോൾ 1.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അരച്ചെടുത്തു നമ്മൾ. പിന്നെ നമുക്ക് മോര് തയ്യാറാക്കണ്ടേ. അപ്പോൾ മോരിന് വേണ്ടി 1 കപ്പ് തൈര് എടുത്തു. ആ തൈരൊന്ന് വിസ്ക് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയി നല്ല മോര് കിട്ടും. അങ്ങനെ ഉടച്ചെടുത്ത തൈരിലേക്കാണ് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നത്. അപ്പോൾ ആ തൈരിൻ്റെ പാത്രത്തിൽ ഒഴിച്ച കാരണമാണ് ഈ വൈറ്റ് കളർ ഇട്ടത്, അത് പച്ചവെള്ളമാണ്. അങ്ങനെ 1 കപ്പ് തൈരിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മോര് കിട്ടി. പിന്നെ പ്രഷറൊക്കെ പോയി കുക്കർ തുറന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. കണ്ട് ഇത്ര വെള്ളം മതി, ഇനി അധികം വെള്ളം വേണ്ട. അപ്പോൾ കഷ്ണങ്ങൾ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചെറുതായി പഴുത്ത നേന്ത്രപ്പഴം എടുത്താലും നല്ല സ്വാദുണ്ടാവും. അത് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്തു. ഇത്ര വെള്ളമാണ് പാകത്തിനുള്ളത്. പിന്നെ കൂടുതൽ നേരം വറ്റിക്കേണ്ടി വരില്ല. കുറേ വെള്ളം ഒഴിച്ചാൽ പിന്നെ നമ്മളത് തിളപ്പിച്ച് പിന്നെ അത് വറ്റി വരാൻ നിൽക്കണ്ടേ. ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. അപ്പം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ആ പുളിയൊന്ന് ബാലൻസ്ഡ് ആവും. അങ്ങനെ നന്നായി തിളച്ച് 2 മിനിറ്റ് അരപ്പ് ചേർത്തിട്ട് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് സിമ്മിലിട്ടിട്ട് നമ്മുടെ മോരൊഴിച്ച് കൊടുത്തു. മോരൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2 മിനിറ്റ് ഇങ്ങനെ തിള വരാൻ നിൽക്കണ്ട. 2 മിനിറ്റ് ഒന്ന് ആവി വരുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ മോരൊഴിച്ച് കറി റെഡിയായി. ഇനി അതിലേക്ക് താളിക്കാനായിട്ട് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, ഇതൊക്കെ ഇട്ട് നന്നായി ഇളക്കി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടിയാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ഉലുവ പൊടിയില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉലുവ കടുകിടുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സൂപ്പർ മോരൊഴിച്ച് കറി റെഡിയായി. ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. കഷ്ണങ്ങളൊക്കെ ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. കുമ്പളങ്ങ, വെള്ളരിക്ക, ചേന, കായ, ചേമ്പ്, ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും നമുക്കിടാം. അപ്പം ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.